കോഴിക്കോട്ട് രാവിലെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. കോഴിക്കോട്ട് പാളയത്ത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. കോഴിക്കോട് പാളയത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചോരയിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം. കോഴിക്കോട് പുതിയ കോവിലകം പറമ്പ് നഗറിലെ ബിജുവാണ് മരിച്ചത്. കൊലപാതകം എന്നാണ് സംശയം. രാത്രി സാധാരണ കിടന്നുറങ്ങാനുള്ള മുറിയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകത്തിനു പിന്നിൽ ലഹരി സംഘമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരിച്ച ബിജുവിന് ശത്രുക്കളില്ലെന്ന് അമ്മയും സഹോദരിയും പറഞ്ഞു. പ്രദേശത്ത് തമ്പടിക്കുന്ന ലഹരി സംഘത്തെ പലപ്പോഴും ബിജു ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ആദ്യം. ഇവനെന്താ രാത്രി 1 മണിക്ക് കിടന്ന് ഡോറ് രാത്രി നല്ല ഉറക്കം വരുമ്പോഴേ പൂട്ടുള്ളൂ. ഓൻ തുറന്ന് കിടക്കുമ്പോൾ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ആരോടെ എന്തോ ചോദിച്ചപ്പോൾ ചെക്കന്മാരുടെ കയ്യിൽ ഇപ്പം എല്ലാം ഉണ്ടല്ലോ സാധനങ്ങൾ. എന്താ ചെയ്തത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിൽ ഈ ചെയ്തോനെ ഞങ്ങൾക്ക് പിടിച്ചു തന്നാൽ മതി. പുറത്തുനിന്ന് പൂട്ടിട്ടിട്ടാണ് ആൾക്കാർ പോയത്. അതാണ് നിങ്ങൾ എത്ര ഞങ്ങൾ അതിൻ്റെ വൈത്താലം നടന്നാലും ഈ ചെയ്തോനെ ഞങ്ങൾക്ക് പിടിച്ചു തന്നാൽ. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ സാധാരണ ഇങ്ങനെ നീളത്തിലാണ് കിടക്കാം. ഇത് കാല് രണ്ടും പുറത്ത് തൂക്കിയിട്ടിട്ട് കൈ ഇങ്ങനെ മലത്തിയിട്ട് കിടക്കുന്നത്. അപ്പോൾ നെഞ്ചത്തൊക്കെ ചോരേൻ്റെ പാട് കണ്ട്. കഴുത്ത് ഇങ്ങനെ ഈ ഭാഗമാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നിലത്ത് നോക്കുമ്പോൾ ചോര കളം കെട്ടിയിട്ടുണ്ട്. ഞാൻ 2 കൈയും കൂട്ടി പൊന്തിച്ച് ഓനെ എണീക്കോ നോക്കാൻ. പൊന്തിച്ച് നോക്കുമ്പോൾ എണീക്കില്ല, കൈയൊക്കെ ഐസായിപ്പോയി. നമുക്കിപ്പം ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, വെരി ഗുഡ് മോർണിംഗ് ഷഹദ്. രാവിലെ ഒരു കൊലപാതക വാർത്തയുമായിട്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ബിജുവിന് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ? ഇത് ലഹരി സംഘങ്ങൾ മനഃപൂർവ്വം വകവരുത്തിയതാണോ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതാണ്. ഏതെങ്കിലും ലഹരി സംഘമാകും ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന കാര്യമാണ് പറയുന്നത്. അതായത് ബിജു കിടന്ന റൂമിൽ തന്നെയാണ് ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ റൂമിൽ എങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ആ വീടിന്റെ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ധാരണ കിട്ടും. ഇത് പാളയത്തിന്റെ നടുവിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തായിട്ട് പശുത്തൊഴുത്തൊക്കെയുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൂടിയാണ് ബിജു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ പശുത്തൊഴുത്തിലേക്ക് പോകാൻ എളുപ്പത്തിന് ഇത് അവരുടെ ബന്ധുവിന്റെ വീടാണ്. വീട് എന്ന് പറയുന്ന തരത്തിൽ വലിയൊരു സെറ്റപ്പ് അല്ല, പക്ഷേ ചെറിയൊരു മുറിയും ചെറിയ രീതിയിലുള്ള മറ്റ് സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരിടമാണ്. അവിടെയാണ് ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് പുലർച്ചെ 3 മണിയോടുകൂടി അമ്മയാണ് ഈ ഡോറ് തുറന്ന് അകത്ത് കയറുന്ന സമയത്ത് ബിജുവിനെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കാരണം തലേ ദിവസം രാത്രി തന്നെ ബിജു പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വിളിക്കണം എന്നുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ വിളിക്കുവാനായിട്ട് അമ്മ ചെല്ലുന്ന സമയത്താണ് ഈ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത്. കഴുത്തിന് ചെറിയ രീതിയിലുള്ള വെട്ടേറ്റ പാടുണ്ട്. ഒപ്പം തന്നെ കൈക്കും കാലിനുമൊക്കെ ഇത്തരത്തിൽ വെട്ടേറ്റ പാടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഈ വീട്ടുകാരെ തൊട്ടടുത്ത ആളുകളെയൊക്കെ അറിയിച്ചു. അങ്ങനെ പാളയത്തു നിന്നുള്ള ആളുകളും ഒപ്പം തന്നെ ഈ പോലീസും ഒക്കെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. അപ്പം തന്നെ വിരലടയാള വിദഗ്ധരും ഒക്കെ തന്നെ വരണം. അപ്പോൾ അവർ വന്നതിന് ശേഷമേ മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് നമ്മൾ അമ്മയുടെയും ഒപ്പം തന്നെ സഹോദരിയുടെയും പ്രതികരണങ്ങളാണ് അല്പം മുമ്പ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മേഖലയിൽ ഈ ലഹരിയുമായി ഇടപെട്ട് വലിയ രീതിയിൽ യുവാക്കൾ വന്ന് തമ്പടിക്കുന്ന മേഖലയാണ്. പ്രത്യേകിച്ച് മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വന്ന യുവാക്കളോട് പലതവണ ബിജു കയർക്കുകയും ഒപ്പം തന്നെ ഇവിടെ വരുന്ന ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ ആവശ്യപ്പെടുകയും അവരോട് സംശയാസ്പദമായ രീതിയിൽ കാണുകയാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഘമാകും ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഈ സഹോദരിയും ഒപ്പം തന്നെ അമ്മയും ഉന്നയിക്കുന്നത്. മറ്റാരും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കൊല ചെയ്യാനോ ഉള്ള ഒരു സാധ്യതയില്ല. കാരണം അത്തരത്തിലുള്ള ശത്രുതയൊന്നും നിലവിൽ ബിജുവിനില്ല എന്ന ഒരു ആരോപണമാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യമാണ് കുടുംബം പറയുന്നത്. എന്തായാലും അതിൻ്റെ നിജസ്ഥിതി അറിയണം. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പ്രദേശത്ത് ഒരു CCTV ഉണ്ട്. ആ CCTVയിലെ ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പ്രദേശം എന്ന് പറയുന്നത് പാളയത്തിൻ്റെ നടുവിലാണ്. പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾക്ക് വന്നു ചേരാൻ പറ്റുന്ന ഒരു ഇടമാണ്. മാത്രമല്ല ഇതിനു മുൻപ് ബിജു പലതവണ ഇത്തരത്തിൽ ഈ ലഹരി സംഘങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കറ്റും ഒക്കെ ഉണ്ടായി എന്ന കാര്യം കുടുംബം പറയുന്നുണ്ട്. പക്ഷേ ഒന്നിലും നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും 3 മണിയോടുകൂടിയാണ് അമ്മ ഈ സംഭവം കാണുന്നത്. ഈ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. ആ ലോക്ക് ചെയ്ത് അമ്മ തന്നെയാണ് അകത്ത് പ്രവേശിക്കുകയും പിന്നീട് ബിജുവിനെ കട്ടിലിൽ കിടന്നിട്ട് ഈ ചോരയിൽ കുളിച്ച നിലയിൽ കാണുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഷഹദ്.